പശ്ചിമേഷ്യയെ ദുരിതത്തിലാക്കി ഇറാൻ അമേരിക്ക സംഘർഷം കനക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടഞ്ഞ ഇറാൻ ഇപ്പോൾ മറ്റൊരു നിർണായക തീരുമാനമെടുത്ത വാർത്തകളാണ് മേഖലയെ ആശങ്കയിലേക്ക് തള്ളിവിടുന്നത്. യമനിലെ ഹൂതി സഖ്യകക്ഷികളെ ഉപയോഗിച്ച് ചെങ്കടലിലേക്കുള്ള കവാടമടച്ചിടാൻ ഇറാൻ നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനിൽ US ആക്രമണത്തിന് ശക്തി കൂടിയ പശ്ചാത്തലത്തിലാണ് പുതിയ സമ്മർദ്ദ നീക്കമെത്തുന്നത്. തങ്ങളുടെ വൈദ്യുതി വിതരണ ശൃംഖലയിൽ US ആക്രമണം നടത്തുകയാണെങ്കിൽ ചെങ്കടലിലെ എണ്ണക്കപ്പൽ അടച്ചിടണമെന്ന് യമനിലെ ഹൂതി പ്രസ്ഥാനത്തോട് ഇറാൻ ആവശ്യപ്പെട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹൂതികളുമായി അടുപ്പമുള്ള സോഴ്സുകളെ അധികരിച്ചാണ് റോയിറ്റേഴ്സ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ വൈദ്യുതി ഗ്രിഡ് ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൂതികൾക്ക് ഇറാൻ നിർദ്ദേശം നൽകിയതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ചെങ്കടലിലെ കപ്പൽ പാതയ്ക്ക് സമീപം ഡ്രോണുകൾ വിന്യസിക്കാൻ ഹൂതികൾ തീരുമാനിച്ചതായാണ് വിവരം. ചെങ്കടലിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ബാബ് എൽ മന്ദേദ് കടലിടുക്കിന് സമീപവും ഏദൻ ഉൾക്കടലിലുമാണ് ഡ്രോൺ വിന്യാസം. ഇറാന്റെ നിർദ്ദേശം ലഭിക്കാനായി ഹൂതികൾ കാത്തിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചെങ്കടലിലെ പാത അടച്ചാൽ ആഗോള ഇന്ധന വിപണിയിൽ പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ കാരണമാകും. നിലവിൽ ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ ചെങ്കടൽ പാത കൂടി അടച്ചാൽ ആഗോള ഇന്ധന പ്രതിസന്ധി കൂടുതൽ കടുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമുസിന് യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് പോകില്ലെന്ന് ഇറാൻ സൈന്യവും അറിയിച്ചിട്ടുണ്ട്. ഹോർമുസിന് മേൽ ഇറാനുള്ള പരമാധികാരത്തെ US ആക്രമിച്ചുവെന്ന് ഇറാൻ സേനാ വക്താവ് ഇബ്രാഹിം സോൾഫാഗി പറഞ്ഞിരുന്നു. തന്ത്രപ്രധാനമായ ഈ കപ്പൽ പാതയെ അസ്ഥിരമാക്കാനാണ് US ശ്രമം. തങ്ങളുടെ ഭൂപ്രദേശത്ത് നിന്ന് ഇറാനെ ആക്രമിക്കാൻ USനെ അനുവദിക്കരുത് എന്ന് ഗൾഫ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം വ്യക്തമാക്കി. US ഇറാൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കുകയാണ്. ബ്രെന്റ് ക്രൂഡ് വില ഇന്ന് 1% വർദ്ധിച്ച് ബാരലിന് $85 US എണ്ണവില സൂചിക ബാരലിന് $80 എന്ന നിലയിലേക്കും ഉയർന്നു. 12% ഈ ആഴ്ച അസംസ്കൃത എണ്ണവിലയിലുണ്ടായ വർധന. ചെങ്കടൽ അടച്ചിടുമെന്ന ആശങ്ക ഇന്ന് എണ്ണവില ഉയരാൻ കാരണമായെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എണ്ണവില ഇപ്പോഴും ഒരു നിർണായക പ്രശ്നമായി നിലനിൽക്കുന്നുവെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയും അഭിപ്രായപ്പെട്ടു. വരുന്ന കുറച്ചാഴ്ചകളിൽ ഇക്കാര്യത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാവില്ല എന്നും ഏജൻസി എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് അറിയിച്ചു. അതേസമയം 6 ദിവസമായി ഇറാനിൽ നടത്തുന്ന ആക്രമണം വ്യാഴാഴ്ച രാജ്യത്തിന്റെ വടക്കുഭാഗത്തേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് US. ഹോർമസ് കടലിടുക്കിൽ ബുധനാഴ്ച പ്രാബല്യത്തിൽ വന്ന നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഒരു ചരക്ക് കപ്പലും ആക്രമിച്ചു. കുറോസോയുടെ പതാകയുള്ള ബെൽമ എന്ന എണ്ണക്കപ്പലാണ് ആക്രമണത്തിനിരയായത്. ഇറാന്റെ തന്ത്രപ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിലേക്ക് പോവുകയായിരുന്നു കപ്പൽ. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പലുകളുടെ പോക്കുവരവ് തടയാൻ ലക്ഷ്യമിട്ടാണ് USന്റെ ഉപരോധം. മറുപടിയായി ബഹ്റിൻ, ജോർദാൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ പ്രത്യാക്രമണവും നടത്തി. കാര്യമായ നാശനഷ്ടമില്ല. ഇറാന്റെ ബലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപാദന കേന്ദ്രവും ബഹിരാകാശ പദ്ധതികളുടെ ആസ്ഥാനവുമായ സൈംനാൻ പ്രവിശ്യയിലും ആക്രമണമുണ്ടായി. തന്ത്രപ്രധാന ഇറാനിയൻ ദ്വീപായ ഗ്രേറ്റർ ടുൻബും ആക്രമിക്കപ്പെട്ടു. സംഘർഷം പുനരാരംഭിച്ചതിനു ശേഷം ആദ്യമായി വ്യാഴാഴ്ച ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനും ആക്രമണത്തിനിരയായി. ഇറാഖിലെ അർദ്ധ സ്വയംഭരണ മേഖലയായ കുർദിഷ് ഇർബിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ ആക്രമണവും നടത്തി. ഹോർമസ് കടലിടുക്കിലെ കപ്പലാക്രമണവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ചയാണ് ഇറാനും USഉം ആക്രമണം പുനരാരംഭിച്ചത്. ഇറാനിൽ ഇതുവരെ 35 പേർ മരിച്ചു, 300-ലേറെ പേർക്ക് പരിക്കേറ്റു. ജൂൺ 17 പ്രാബല്യത്തിലായ ഇടക്കാല വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ US കൂട്ടാക്കുന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സൈനിക ഏറ്റുമുട്ടലിന് ഇറാൻ സജ്ജമാണെന്ന് പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ഖാലിബാഹും അറിയിച്ചു. അതിനിടെ ഇറാൻ കരാറുണ്ടാക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദവും ഉന്നയിച്ചു. മറ്റു വിശദാംശങ്ങൾ നൽകിയതുമില്ല. ഞങ്ങൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ സമവായത്തിന് തയ്യാറാണ്. ഒത്തുതീർപ്പിലെത്തണമോ അതോ തീർക്കണോ എന്ന കാര്യം US ആലോചിക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.